വെൽക്കം ടു അനീഷാസ് വേൾഡ്. ഇന്ന് ഞാനൊരു പനീർ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ സാറ്റർഡേ ലീവായത് കാരണം എല്ലാവരും എണീക്കാൻ ലേറ്റായി. പക്ഷേ എണീക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാലും വിശപ്പ് കറക്റ്റ് സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്തു. അതിനുശേഷം പനീർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഞാൻ പനീറൊക്കെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്കൊരു പാന് വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ഓയിലൊന്നുമല്ല, ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഇനി മെയിനായിട്ട് വേറൊരു മസാല ആഡ് ചെയ്യാനുള്ളത് പിസ്സ സീസണിങ് മസാലയാണ്. ഞാൻ പിസ്സ സീസണിങ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിഗാനോ ആഡ് ചെയ്താലും മതി. പിസ്സ സീസണിങ് ആകുമ്പോൾ അതിലെല്ലാ അതിൻ്റെ സ്പൈസസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പനീർ വെന്തോളൂ അതിൽ. ഈ സമയം കൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ നമ്മുടെ പനീറെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് അതിലോട്ട് ഈ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ച തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലോട്ട് പനീറും ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഇച്ചിരി ചൂടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ആലോചിച്ച് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ, അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ വായിൽ കടിക്കുമ്പം അത് എരിവുണ്ടാകാൻ പാടില്ലല്ലോ കൂടുതൽ. പിന്നെ നമ്മൾ മാത്രമല്ല മറ്റേതിൽ പനീർ വേവിക്കുമ്പം അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ്. പിന്നെ മയോണൈസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഗ്യാസ് ചൂടാക്കി നമ്മൾ പാൻ വെച്ചു. അതിലോട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് പീസസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ സാൻഡ്വിച്ചിൻ്റെ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് നമുക്ക് രാവിലെ മാത്രമല്ല എല്ലാ സമയത്തും ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാനിത് എല്ലാം വീഡിയോയിൽ കാണുന്ന മാതിരി എല്ലാം സാൻഡ്വിച്ച് എല്ലാം ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെയും ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറാകുമ്പം എല്ലാ ഭാഗവും തിരിച്ചിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ അറിയാൻ പറ്റുക. എല്ലാ ഭക്ഷണവും ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്, സോസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.